പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവമായ യേശു ക്രിസ്തുവിന് ആരാധനയും നന്ദിയും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും അർപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് കുറച്ച് കാര്യമായിട്ട് ചിന്തിക്കാം. ഇത് ഏത് അവസ്ഥയിലും ബ്രീത്തിങ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന കർത്താവിൻ്റെ ശ്വാസത്തെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അത് പല സാഹചര്യങ്ങളിൽ നമ്മൾ പലതും അവിടെ ഇവിടെ എല്ലാം അറിഞ്ഞ് കേട്ട് മനസ്സിലാക്കിയിട്ട് ഉള്ളതുപോലെ ഉള്ളതല്ല ഇത്. അല്ല നമ്മളിങ്ങനെ സമ്മർമടിഞ്ഞിരിക്കണമെന്നും അല്ലെങ്കിൽ ഇന്നപോലെ സ്വസ്ഥമായ ഒരു അന്തരീക്ഷത്തിൽ ഇരിക്കണമെന്നും അല്ലെങ്കിൽ റൂമിൽ അടച്ചിരിക്കണമെന്നും അങ്ങനെയൊന്നും അല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരച്ചുവടുകളിലോ അങ്ങനെയൊന്നുമല്ല. കർത്താവിൻ്റെ ശ്വാസത്തെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് നമുക്ക് ഇപ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ജോലി ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴോ അല്ലെങ്കിൽ ഉറങ്ങുമ്പോഴോ അല്ലെങ്കിൽ കഠിനമായ രോഗാവസ്ഥയിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ക്ഷീണിതവും ദുഃഖിതമായിരിക്കുന്ന അവസ്ഥയിലോ ഏതവസ്ഥയിലും നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് കേട്ടോ. അതൊന്ന് നമ്മൾ ഇപ്പം ജോലി ചെയ്യുമ്പോൾ കർത്താവേ, നിൻ്റെ ശ്വാസത്തെ ഞാൻ സ്വീകരിക്കുന്നു, അത് ഞാൻ പുറത്തേക്ക് വിടുന്നു. ഇത്രയും കാര്യം കർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞ ശേഷം ആ കാര്യങ്ങളെ നമ്മളിങ്ങനെ ഓർത്താൽ മതി, സിമ്പിളായിട്ട്. അവർ രോഗാവസ്ഥയിലാണെങ്കിൽ അല്ലേ വല്ലാത്തൊരു മൂഡ് ഓഫുള്ള ടൈമായിരിക്കും. അപ്പോൾ കർത്താവ് നമുക്ക് ജീവൻ തന്ന ആ ജീവൽ പ്രക്രിയയെ എങ്ങനെയാണ് ജീവൻ തന്നേ? കളിമൺ കൂടാരമായിരുന്നപ്പോൾ അവിടെ നമ്മുടെ നാസ്വാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിച്ചു. അത് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ചെയ്താൽ മതി. അടുത്തത് പിന്നെ പ്രാർത്ഥനയിലാണെങ്കിലും അല്ലേ, ഇടതടവില്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ, അല്ലെ പ്രാർത്ഥന ഉള്ളപ്പോൾ കർത്താവോട് പറയാം, കർത്താവേ, നിൻ്റെ ആത്മാവിനെ എനിക്ക് പകർന്നു തന്ന ആ നിമിഷങ്ങളെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ ജീവശ്വാസത്തെ ഓർക്കുക, നന്ദി പറയുക. അതുപോലെ ഉറക്കത്തിലാണെങ്കിൽ എന്താ ചെയ്യുക? ഉറക്കത്തെ ഇപ്പോൾ നമ്മൾ ഉറങ്ങുമല്ലേ, അപ്പോൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതിന് മുമ്പേ തന്നെ അവിടുന്ന് നമ്മളെ നിശ്വസിച്ചത് ഓർക്കുക. ഏതിലാ? ജോൺ 20:22 അല്ലേ, അവൻ നമ്മളെ മേൽ നിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മേൽ നിശ്വസിച്ചു. അത് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് അങ്ങ് ഉറങ്ങുക. അപ്പോൾ അത് നമ്മൾ ഉറക്കത്തിൽ പോലും നമ്മുടെ മനസ്സ് അത് കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു രീതിയിലൂടെ തുടരുക. അപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. താങ്ക് യു.